നമസ്കാരം, ഞാൻ മഞ്ജുഷ. പ്രധാന വാർത്തകൾ. റബ്ബർ വില ഉയർന്നു. റബ്ബർ വിൽപ്പന നിർത്തിവെച്ചുകൊണ്ടുള്ള കർഷകരുടെ സമരം ഫലം കണ്ടു. കമ്പനികൾ റബ്ബർ വാങ്ങുന്നത് റബ്ബർ ബോർഡ് നിശ്ചയിച്ച വിലയേക്കാൾ കൂടിയ വിലയ്ക്ക്. EP ജയരാജന്റെ പുസ്തകത്തെ ചൊല്ലിയുള്ള വിവാദം തുടരന്വേഷണം വേണമെന്ന് LDF കൺവീനർ. DC ബുക്സ് ജീവനക്കാർക്കെതിരെയുള്ള നടപടി സ്വാഗതാർഹം. കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട തിടനാട് റോഡിൽ ചരക്ക് ലോറി മറിഞ്ഞ് അപകടം. ഡ്രൈവറും ക്ലീനറും നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. അപകടം വളവ് തിരിയുന്നതിനിടെ. വാർത്തകൾ വിശദമായി. റബ്ബർ വിൽപ്പന നിർത്തിവെച്ചുകൊണ്ടുള്ള കർഷകരുടെ പ്രതിഷേധം ഫലം കണ്ടു തുടങ്ങി. വിപണിയിൽ റബ്ബർ വില ഉയർന്നു. വിപണിയിൽ റബ്ബർ കിട്ടാതെയായപ്പോൾ റബ്ബർ ബോർഡ് വിലയിൽ നിന്ന് ഉയർന്ന വിലയ്ക്ക് കമ്പനികൾ റബ്ബർ ഷീറ്റ് വാങ്ങാൻ തുടങ്ങി. 200 രൂപയ്ക്ക് താഴെ റബ്ബർ ഷീറ്റ് വിൽക്കില്ല എന്ന കർഷക സംഘടനകളുടെ തീരുമാനം പ്രാവർത്തികമായതോടെ വിപണിയിൽ റബ്ബർ വില ഉയർന്നു. കഴിഞ്ഞ ആഴ്ച കിലോ വില RSS-4 ഗ്രേഡിന് 177 രൂപയിൽ നിന്ന് 184ലേക്ക് ഉയർന്നു. വിപണിയിൽ റബ്ബർ ലഭ്യമില്ലാതെ വന്നപ്പോൾ കമ്പനികൾ വ്യവസായികളിൽ നിന്നും കൂടിയ വിലയ്ക്ക് റബ്ബർ വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കർഷകർക്ക് പ്രതീക്ഷ നൽകുന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ റബ്ബർ ഉൽപ്പാദക സംഘങ്ങളുടെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികൾ ആവിഷ്കരിച്ചു വരികയാണ്. പ്രചരണ പരിപാടികളും ജാഥകളും വാഹന പ്രചരണ ജാഥകളും ജില്ലകൾ തോറും നടത്തി വരികയാണ്. അതിൻ്റെ ഫലമായി വിപണിയിൽ ഇന്ന് മാറ്റം കണ്ടു തുടങ്ങുകയും അടിക്കടി ഇന്ന് വില ഉയർന്നു വരികയുമാണ്. അവസാന വിജയം കൈവരിക്കുന്നതുവരെ കർഷകർ ഇക്കാര്യത്തിൽ സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഒരു കാരണവശാലും നമ്മുടെ മിനിമം വിലയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് കർഷകർ വിപണിയിലേക്ക് റബ്ബർ ഇറക്കുവാൻ തയ്യാറാവരുതെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. കമ്പനികൾ കൈമാറ്റക്കൂലി കുറയ്ക്കാതെ റബ്ബർ വാങ്ങുമ്പോഴും റബ്ബർ ബോർഡ് നിസ്സംഗത തുടരുന്നു. ലാറ്റക്സ് ഒട്ടുപാൽ വിലയിൽ നേരിയ വർധനയുണ്ട്. ലാറ്റക്സ് 150 രൂപയിൽ നിന്ന് 160ലേക്കും ഒട്ടുപാൽ 120 നിന്ന് 130ലേക്കും ഉയർന്നു. ഇലകൊഴിച്ചിൽ ഉൽപ്പാദനം കുറയ്ക്കുന്നുണ്ട്. പരമാവധി 200 രൂപ കിട്ടിയാൽ മാത്രമേ കർഷകർക്ക് ഒരുവിധം പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ. ക്രം റബ്ബറിന്റെ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചാൽ ആഭ്യന്തര വില ഉയരും. ഭേദപ്പെട്ട വില കിട്ടും വരെ വിപണിയിൽ വിട്ടുനിൽക്കാനാണ് കർഷക സംഘടനകളുടെയും ഉൽപ്പാദകരുടെയും തീരുമാനം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. EP ജയരാജന്റെ പുസ്തകം സംബന്ധിച്ച വിവാദത്തിൽ പാർട്ടിക്ക് EPയെ വിശ്വാസമാണെന്നും ഇത് സംബന്ധിച്ച തുടർ അന്വേഷണം വേണമെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ കോട്ടയത്ത് പറഞ്ഞു. പുസ്തകം എഴുതാൻ TP ആർക്കും കരാർ നൽകിയിരുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. EP ജയരാജന്റെ പേരിലുള്ള പുസ്തകം സംബന്ധിച്ചുള്ള വിവാദത്തിൽ തുടർ അന്വേഷണം വേണമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ കോട്ടയത്ത് പറഞ്ഞു. വിവാദം ഉയർന്ന ഘട്ടത്തിൽ തന്നെ EP നിലപാട് വ്യക്തമാക്കിയിരുന്നു. പറയാത്ത പല കാര്യങ്ങളും പുസ്തകത്തിലുണ്ടായിരുന്നു. പുസ്തകം എഴുതാൻ EP ആർക്കും കരാർ നൽകിയിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഇത് എഴുതിയ കാര്യങ്ങളല്ല പുറത്തു വന്നത്. ഒരു ഏജൻസിയെയും ഇത് ഏൽപ്പിച്ചിട്ടില്ല. ആത്മകഥ എഴുതാമല്ലോ, ആത്മകഥ ആർക്കും എഴുതാം. അതിൻ്റെ അപ്പുറത്തുള്ള ഒരു നടപടിയും അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല. അതാണ് വ്യക്തമാണ്. അത് പാർട്ടി അംഗീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. DC ബുക്സ് ജീവനക്കാർക്കെതിരെ എടുക്കുന്ന നടപടി സ്വാഗതാർഹമെന്നും DC ബുക്സിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ് പുസ്തകത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടിക്ക് EPയെ വിശ്വാസമാണ്. പാർട്ടി ഇതേക്കുറിച്ച് അന്വേഷിക്കില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് LDFന് കിട്ടിയിട്ടില്ലെന്നും അദ്ദേഹം കോട്ടയത്ത് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഈരാറ്റുപേട്ട തിടനാട് റോഡിൽ 8-ാം മൈലിന് സമീപം ചരക്ക് ലോറി മറിഞ്ഞ് അപകടം. അപകടത്തിൽ ഡ്രൈവർ മുഹമ്മദ് ജഗിരിയയും സഹായിയും നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഈരാറ്റുപേട്ട തിടനാട് റോഡിൽ 8-ാം മൈലിന് സമീപം വളവിൽ ചരക്ക് ലോറി മറിഞ്ഞു. വേഗത്തിലെത്തിയ ലോറി വളവ് തിരിയുന്നതിനിടെ ഒരു വശത്തേക്ക് മറിയുകയായിരുന്നു. ലോറി ഇടിച്ച് ഇലക്ട്രിക് പോസ്റ്റും തകർന്നു. അപകടത്തെ തുടർന്ന് ലോറിയുടെ ഓയിൽ റോഡിൽ പൊട്ടിയൊഴുകി. തമിഴ്നാട്ടിൽ നിന്നും കോഴിത്തീറ്റയുമായി കാഞ്ഞിരപ്പള്ളി ഭാഗത്തേക്ക് പോവുകയായിരുന്നു ലോറി. ഇതുമൽപ്പെട്ടിൽ നിന്നുമാണ് വാഹനം എത്തിയത്. വേഗത കൂടിയതാണ് അപകടത്തിന് കാരണമായത്. ഡ്രൈവർ മുഹമ്മദ് ജാഗിരിക്കും ഒപ്പമുണ്ടായിരുന്ന ആൾക്കും നിസ്സാര പരിക്കേറ്റിട്ടുണ്ട്. റോഡ് സൈഡിൽ തെറ്റയോട് ചേർന്ന് വാഹനം പറഞ്ഞതിനാൽ ഗതാഗതക്കുരുക്ക് ഉണ്ടായിട്ടില്ല. ഈരാറ്റുപേട്ട ഫയർഫോഴ്സ് സ്ഥലത്തെത്തി റോഡിൽ പരന്നൊഴുകിയ ഓയിൽ കഴുകി. തിരുനാട് പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. നവംബർ 26 ദേശീയ ക്ഷീരദിനം. ധവള വിപ്ലവത്തിന്റെ പിതാവ് ജോർജ് കുര്യന്റെ സ്മരണാർത്ഥം 2014 മുതലാണ് അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 26 ദേശീയ ക്ഷീരദിനമായി ആചരിക്കുന്നത്. നവംബർ 26 ദേശീയ ക്ഷീരദിനം. ധവള വിപ്ലവത്തിന്റെ പിതാവായ വർഗീസ് കുര്യന്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 26 ദേശീയ ക്ഷീരദിനമായി ആചരിക്കുന്നത്. 2014 മുതലാണ് ദേശീയ ക്ഷീരദിനം രാജ്യം ആചരിക്കാൻ തുടങ്ങിയത്. ഡോക്ടർ വർഗീസ് കുര്യൻ ആരംഭിച്ച ധവള വിപ്ലവമാണ് ഇന്ത്യയിലെ പാൽ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തതയിലേക്ക് നയിച്ചത്. 2021-22 ഇക്കണോമിക് സർവേ ഓഫ് ഇന്ത്യ പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ച് പാൽ ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്താണ് ഇന്ത്യ. മനുഷ്യ ജീവിതത്തിൽ പാലിന്റെ ആവശ്യം
ആവശ്യകതയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനാണ് ദേശീയ ക്ഷീരദിനം ആചരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെയും കോട്ടയം ജില്ലാ റെസ്ലിംഗ് അസോസിയേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ 9ാമത് അണ്ടർ-15 സംസ്ഥാന ഗുസ്തി മത്സരം ഈ മാസം 29-ന് കോട്ടയത്ത് ആരംഭിക്കും. മത്സരങ്ങൾ സഹകരണ തുറമുഖം വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. നവംബർ 29-ന് രാവിലെ 11 മണിക്ക് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റും ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാനുമായ ഡോക്ടർ ബൈജു വർഗീസ് കുരുക്കളുടെ അധ്യക്ഷതയിൽ കേരള സഹകരണ തുറമുഖ ദേവസ്വം മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. ജോസ് കെ മാണി MP കോമ്പറ്റീഷൻ സുവനീർ പ്രകാശനം ചെയ്യും. സമ്മേളനത്തിൽ WFI കോമ്പറ്റീഷൻ ഡയറക്ടറും ജൂറിയുമായ P പ്രസൂദ് മുഖ്യാതിഥിയായിരിക്കും. വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ കേരള ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിക്കുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആദ്യത്തെ ദിവസം വനിതകളുടെ മത്സരമാണ്, പെൺകുട്ടികളുടെ മത്സരം. രണ്ടാമത്തെ ദിവസം ഫ്രീ സ്റ്റൈൽ ആൺകുട്ടികളത്. മൂന്നാമത്തെ 1-ാം തീയതി ഡിസംബർ 1-ാം തീയതി ഗ്രീക്കോ റോമൻ മത്സരമാണ് നടക്കുന്നത്. ഇൻഡോർ സ്റ്റേഡിയത്തിലെ 2 മാറ്റിൽ ആണ് മത്സരം നടക്കുന്നത്. ഓരോ ദിവസം 2 മാറ്റിലാണ് എന്നാലേ തീരത്തുള്ളൂ. കഴിഞ്ഞ വർഷം പാലക്കാട് നടന്ന മത്സരത്തിൽ 459 കുട്ടികൾ പങ്കെടുത്തു. അപ്പോൾ അതുകൂടെ കണക്കിലെടുത്ത് 2 മാറ്റിലാണ് പാലക്കാട് 2 മാറ്റിലെ മത്സരം നടന്നത്. ഓരോ ദിവസം രാവിലെ 8 മണിക്ക് വെയിൽ തുടങ്ങി 10 മണിക്ക് ശേഷം മത്സരം തുടങ്ങും. വൈകുന്നേരം വരെ മത്സരമാണ്. അന്നന്ന് നടത്തുന്ന മത്സരത്തിലെ വിജയികൾക്കുള്ള മെഡലും സർട്ടിഫിക്കറ്റും ട്രോഫികളും ഓരോ ദിവസം വൈകുന്നേരം, ആദ്യത്തെ ദിവസം നടക്കുന്ന പെൺകുട്ടികളുടെ മത്സരങ്ങളുടെ വിജയികളുടെ ട്രോഫികൾ വരെ അന്ന് വൈകുന്നേരം തന്നെ കൊടുക്കും. നവംബർ 30-ന് നടക്കുന്ന ഫ്രീ സ്റ്റൈൽ മത്സരങ്ങൾ കോട്ടയം ജില്ലാ റെസ്ലിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് അവിനാഷ് ജെ മാത്യുവിന്റെ അധ്യക്ഷതയിൽ കേരള ഗവൺമെന്റ് ചീഫ് വിപ്പ് പ്രൊഫസർ ഡോക്ടർ N ജയരാജ് ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് U ഷറഫലി വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഡിസംബർ 1-ന് നടക്കുന്ന ഗ്രീക്കോ റോമൻ മത്സരങ്ങൾ കോട്ടയം മുൻ MP തോമസ് ചാഴിക്കാടൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നുമായി 1000-ൽ പരം ആൺകുട്ടികളും പെൺകുട്ടികളും മത്സരത്തിൽ പങ്കെടുക്കും. ഡോക്ടർ ബൈജു വർഗീസ് കുരുക്കൾ, ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ സാജൻ മണിയങ്ങാട് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. 40ാമത് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളയ്ക്ക് പാലാ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ ആതിഥേയത്വമരുളും. 20, 24, 29, 30 ഡിസംബർ 1 തീയതികളിലായി മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് കായിക മത്സരങ്ങൾ നടക്കുന്നത്. കേരളത്തിലെ 39 സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂളുകൾ, 9 IHRD THSS ടെക്നിക്കൽ ഹൈസ്കൂളുകളിൽ നിന്നുമായി ഏകദേശം 1200ഓളം കായിക പ്രതിഭകൾ കായിക മാമാങ്കത്തിൽ മാറ്റുരയ്ക്കും. 29-ന് വൈകിട്ട് 3-ന് കായിക താരങ്ങളുടെ മാർച്ച് പാസ്റ്റും തുടർന്ന് ഉദ്ഘാടനവും നടക്കും. മാനസി കാപ്പനുമേലെ അധ്യക്ഷത വഹിക്കും. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു മേള ഉദ്ഘാടനം ചെയ്യും. ഡിസംബർ 1-ന് വൈകിട്ട് 4 മണിക്ക് ചേരുന്ന സമാപന സമ്മേളനം സഹകരണ രജിസ്ട്രേഷൻ തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. കായികമേളയുടെ ഭാഗമായി എത്തിച്ചേരുന്ന ഒഫീഷ്യലുകൾക്കും കായിക താരങ്ങൾക്കും PWD റെസിഡൻസ് ഓശാനമൗണ്ട് പോളിടെക്നിക് പാല കോളേജ്, ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ, അൽഫോൻസ കോളേജ്, ലാലം LP സ്കൂൾ, കരൂർ LP സ്കൂൾ എന്നിവിടങ്ങളുമായി താമസ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിലെ 39 ടെക്നിക്കൽ ഹൈസ്കൂളുകൾ IHRD കീഴിൽ വരുന്ന 9 സ്കൂളുകളിലും കുട്ടികൾ പങ്കെടുക്കുന്ന ഈ സംസ്ഥാന കായികമേളയിൽ ഏകദേശം 1500 കുട്ടികൾ ആണ് പങ്കെടുക്കുന്നത്. ഡിസംബർ 1-ന് തീരുകയും നവംബർ 29-ന് തുടങ്ങുകയും ചെയ്യുന്ന ഈ കായികമേള 3 ദിവസമാണ് നീണ്ടു നിൽക്കുന്നത്. 29-ാം തീയതി നവംബർ 29 വൈകുന്നേരം 3 മണിക്കാണ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ച് ഉദ്ഘാടനം നടക്കുന്നത്. ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഡോക്ടർ ബിന്ദു മേഡമാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. സമാപന ചടങ്ങ് ഡിസംബർ 1 വൈകുന്നേരം 4 മണിക്ക് വാസവൻ മിനിസ്റ്ററാണ് സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത്. വാർത്താ സമ്മേളനത്തിൽ അജിത് RS, വേണു വെങ്ങയ്ക്കൽ, ബാബു R, ശ്രീകുമാർ PS, രതീഷ് കുമാർ VN തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 14-ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച വിദ്യാഭ്യാസ ജാഥ ഡിസംബർ 10-ന് തിരുവനന്തപുരത്ത് സമാപിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ നടന്നുവരുന്ന SSLC പരീക്ഷയിൽ പാസ്സാവാൻ ഇനി മുതൽ ഓരോ വിഷയത്തിനും 30% മാർക്ക് മിനിമം വേണമെന്ന സർക്കാർ നിബന്ധന പ്രത്യക്ഷത്തിൽ നല്ലതെങ്കിലും അത് എങ്ങനെയെങ്കിലും നേടിയാൽ കുട്ടികളും സ്കൂളുകളും മികച്ചതായി എന്നുള്ള തെറ്റായ ധാരണ സൃഷ്ടിക്കാൻ ഇത് ഇടയാക്കുമെന്നും തങ്ങൾ ഭയക്കുന്നുവെന്ന് പരിഷത്ത് ഭാരവാഹികൾ അറിയിച്ചു. പരീക്ഷാ പരിഷ്കരണത്തെ കേവലം മിനിമം മാർക്കിൽ ഒതുക്കി ഗുണമേന്മയെ സംബന്ധിച്ച തെറ്റായ സങ്കല്പം മുന്നോട്ട് വയ്ക്കുന്ന സർക്കാർ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുകയാണെന്നും സംഘാടകർ അറിയിച്ചു.
വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി വിജു കെ നായർ, ജില്ലാ പ്രസിഡന്റ് കെ സുരേഷ് കുമാർ, ജില്ലാ ട്രഷറർ എ രാജീവ് എന്നിവർ പങ്കെടുത്തു. പരിഷത്ത് ഒരു വിദ്യാഭ്യാസ ജാഥ ഡിസംബർ 10-ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ചു. നവംബർ 14-ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ചു. ഡിസംബർ 10-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. ഡിസംബർ 1-ഉം 2-ഉം തീയതികളിൽ ആ ജാഥ കോട്ടയത്ത് സഞ്ചരിക്കും. കോട്ടയത്ത് മേലുകാവ് മുതൽ വൈക്കം വരെയുള്ള 25 കേന്ദ്രങ്ങളിലാണ് ആ ജാഥ എത്തിച്ചേരുന്നത്. ഒരേ സമയം സമാന്തരമായി 2 വാഹനജാഥകളാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പാമ്പാടി ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം ഡിസംബർ 6, 7, 8 തീയതികളിൽ നടത്താൻ തീരുമാനിച്ചു. കലാകായിക മത്സരങ്ങൾ, സാംസ്കാരിക സമ്മേളനം എന്നിവ നടക്കും. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗം പ്രസിഡന്റ് ഡാലി റോയി ഉദ്ഘാടനം ചെയ്തു. പി ഹരികുമാർ അധ്യക്ഷനായി. സാബു എം എബ്രഹാം, സന്ധ്യ രാജേഷ്, ശശികല PS, അസിസ്റ്റന്റ് സെക്രട്ടറി രാജീവ് M കൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. അറിയിപ്പ്: തുലാപ്പള്ളി കിസ്മം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗത്തിൽ അധ്യാപക ഒഴിവ്. ആവശ്യമായ യോഗ്യതകൾ ഉള്ളവർ 27-ാം തീയതി രാവിലെ 10-ന് നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാവണം. ഡിസംബർ 27 മുതൽ 30 വരെ ആലപ്പുഴയിൽ നടക്കുന്ന സംസ്ഥാന കിഡ്സ് ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിനുള്ള ജില്ലാ ടീം തെരഞ്ഞെടുപ്പും ജില്ലാ കിഡ്സ് ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പും ഡിസംബർ 1-ന് കുര്യനാട് സെന്റ് ആൻസ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. ടീമുകൾ 28-ന് മുമ്പായി രജിസ്റ്റർ ചെയ്യണം. ഫോൺ 9447888997. പുഞ്ചകൃഷിക്ക് വേണ്ടി വെള്ളം വറ്റിക്കാനുള്ള അവകാശ ലേലത്തിൽ പങ്കെടുത്ത പാടശേഖര സമിതിക്കാർ നവംബർ 30-നകം അപേക്ഷ നൽകണമെന്ന് കോട്ടയം പുഞ്ച സ്പെഷ്യൽ ഓഫീസർ അറിയിച്ചു. നിശ്ചയിച്ച തീയതിക്ക് ശേഷം ലഭിക്കുന്ന അപേക്ഷ ലേലത്തിനായി പരിഗണിക്കില്ല. വിവരങ്ങൾക്ക് ഫോൺ 048125600122. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റബ്ബർ വില ഉയർന്നു. റബ്ബർ വിൽപ്പന നിർത്തിവെച്ചുകൊണ്ടുള്ള കർഷകരുടെ സമരം ഫലം കണ്ടു. കമ്പനികൾ റബ്ബർ വാങ്ങുന്നത് റബ്ബർ ബോർഡ് നിശ്ചയിച്ച വിലയേക്കാൾ കൂടിയ വിലയ്ക്ക്. EP ജയരാജന്റെ പുസ്തകത്തെ ചൊല്ലിയുള്ള വിവാദം തുടർ അന്വേഷണം വേണമെന്ന് LDF കൺവീനർ. DC ബുക്സ് ജീവനക്കാർക്കെതിരെയുള്ള നടപടി സ്വാഗതാർഹം. കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട തിടനാട് റോഡിൽ ചരക്ക് ലോറി മറിഞ്ഞ് അപകടം. ഡ്രൈവറും ക്ലീനറും നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. അപകടം വളവ് തിരിയുന്നതിനിടെ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.